ഹലോ ഗായ്സ്, ഇപ്പോൾ 2 ദിവസത്തെ ലീവിന് ശേഷം നമ്മളിന്ന് ജോലിക്ക് പോവാണ്. ഇപ്പോൾ ലീവ് എടുത്ത വേറെ ഒന്നിനുമല്ല, ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം തന്നെയാണ്. അപ്പോൾ വെള്ളം എന്തെങ്കിലും ഇറങ്ങി വരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകാമെന്ന് വെച്ചത്. പിന്നെ ഒരു ഫുൾ വ്ളോഗൊന്നും ആരും പ്രതീക്ഷിക്കണ്ട, ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അക്കരയിൽ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് നമുക്ക് ആകെ ഒരു പോസ്റ്റ് വലമാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ തടിയും 2-3 പോസ്റ്റൊക്കെ ഇട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വെള്ളം കയറി അത് മുങ്ങി, കൂടാതെ അതിൻ്റെ കെട്ടൊക്കെ അഴിഞ്ഞിരിക്കുക. അപ്പം നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ വള്ളത്തിൽ വേണം അക്കരയ്ക്ക് ഇപ്പോൾ പോകാനായിട്ട്. പിന്നെ ഞാൻ ഇതിൽ നിൽക്കുവാണ് ഗൈസ്. അമ്മാമ്മി അവിടെ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട്. പിന്നെ എന്താ, നനഞ്ഞിടക്കൊണ്ട് ഇരിക്കാൻ വയ്യ, ഡ്രസ്സൊക്കെ പോവും, ചീത്തയാവും. അതുകൊണ്ട് ഞാൻ നിന്നാണ് പോയത്. അതും കുറച്ച് ടാസ്ക്കാണ്. ഇത് ആ കാണുന്നതാണ് നമ്മുടെ വീട്. അമ്മാമ്മി അവിടെ നിൽപ്പുണ്ട്. ഇതേ ഇവിടെ നിന്ന് നടന്നു വേണം നമ്മൾ അങ്ങ് ചെല്ലാനായിട്ട്. ഈ കാണുന്ന ഒരു സ്ഥലത്ത് മൊത്തവും വെള്ളമായിരുന്നു. അതിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും ബാക്കി സ്ഥലത്തും അങ്ങോട്ടേക്കൊക്കെ വെള്ളമാണ്. അച്ഛൻ അങ്ങോട്ട് ഇറക്കാമെന്ന് പറഞ്ഞു. ബൈക്കിന് വലിയ പ്രശ്നമില്ല കേട്ടോ, ഈ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇത് സ്റ്റാർട്ടാവാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ വീണ്ടും അമ്മമ്മയ്ക്കൊരു ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പോകുന്നു. ഇത് വെള്ളത്തിൽ കൂടെ വണ്ടി ഇറക്കുവാണ്. പിന്നെ അതുപോലെ ബാലൻസ് ഉള്ളവരെ ഈ പണിക്കൊക്കെ നിൽക്കാവുള്ളൂ. ഞാൻ ഇതുപോലെ കൊണ്ടുപോയിട്ട് വണ്ടി ഓഫായിപ്പോയി. അങ്ങനെയാണിപ്പോൾ അത് അവിടെ മാറ്റിയൊരു സ്ഥലത്ത് വെച്ചേക്കുന്നത്. ഒരേ സമയത്ത് ബ്രേക്കും ആക്സിലേറ്ററും മാറി കൊടുത്തില്ലെങ്കിൽ പണി പാളും. അതേപോലെ തന്നെ ഒരേ സ്പീഡ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം. നടന്നു കഴിഞ്ഞാൽ മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടാകുന്ന കേസ് ഇത് കുറഞ്ഞതാണിപ്പോൾ. പിന്നെ 2 സൈഡിലും പാടങ്ങളാണ്. അപ്പോൾ നല്ല നല്ല മീനുകളുണ്ട്. ഇവിടെ വന്ന് ചൂണ്ടയിട്ട് കുറേ പേര് മീനിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചൂണ്ടയും വീശുവലയും. ഇവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു. അതെല്ലാം ഇറങ്ങി കേസ് ഇവിടം വരെയും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നേരെ മുന്നിട്ട് ചെല്ലുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പാണ്. നമ്മുടെ ആ കടവിൻ്റെ അവിടെ നിന്നൊരു 200 മീറ്റേഴ്സേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതായിരിക്കും എൻ്റെ വണ്ടി. ഇതും ഓണാക്കാനായിട്ട് നല്ല പാട്ട് കിട്ടി ഗൈസ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി. നമുക്കിനി ഓഫീസിലേക്ക് പോകാം. അച്ഛയ്ക്കും ടാറ്റ. നമ്മളങ്ങ് ഓഫീസിൽ എത്തി ഗൈസ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇനി ഞാനങ്ങ് പോട്ടെ. ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.